എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്കിന്നൊരു പനീർ പൊറാട്ട ഉണ്ടാക്കിയാലോ? കാരണം ഞാൻ ഇതിൻ്റെ മുമ്പ് ഇതേ ചാനലിൽ ഒരു പനീർ പൊറാട്ട, അതായത് മുഗളായി പൊറാട്ട ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് അതിലും കുറച്ചുകൂടി സിമ്പിളാണ്, സൂപ്പറായിട്ടുണ്ട്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിലും കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് എല്ലാം കുറഞ്ഞൊരു പൊറാട്ടയായത്. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തിട്ടുള്ളത്. ഒരു കിണ്ണത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ മല്ലിയില ഞാൻ 1 ടേബിൾ സ്പൂൺ മല്ലിയിലയാണ് എടുത്തത്. നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ എടുത്തോളൂ കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ പാൽപ്പാട 1 ടേബിൾ സ്പൂൺ, അതെല്ലാവർക്കും അറിയാമല്ലോ. ഞാനിപ്പോൾ പാൽപ്പാട ഉപയോഗിക്കുക. ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അതെടുക്കാം. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ അജ്വൈൻ, അതായത് അയമോദകം. ഇത് കയ്യിലിട്ട് നല്ലോണം ഞെരടി ചേർക്കണേ. അതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് കുഴച്ചിട്ട്, നമ്മൾ പുട്ടുപൊടിയെല്ലാം നനക്കുന്ന പോലെ നല്ലോണം ഒന്ന് കുഴച്ചിട്ടെടുക്കുക. അപ്പോൾ ഇതിങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ പിടിയിലിങ്ങനെ ഒതുങ്ങുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കുറച്ചൊരു മോയ്സ്ചർ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നല്ല ചപ്പാത്തി മാവിൻ്റെ പദത്തിൽ കുഴച്ചിട്ടെടുക്കാം. കണ്ടോ, റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് മൂടിയിട്ട് ഒരു ഭാഗത്ത് വെക്കാം. നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം. അതവിടെ ഇരിക്കട്ടെ. ഫില്ലിങ്ങിനായിട്ട് ഞാൻ 150 ഗ്രാം പനീറാണ് എടുത്തിട്ടുള്ളത്. പനീർ നമ്മൾ കയ്യിലിട്ടിട്ട് തന്നെ ഒന്ന് ഞെരടി കൊടുത്താൽ വേഗം പൊടിഞ്ഞ് കിട്ടും. അതിലേക്ക് 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, 2 പിഞ്ച് മതി. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വറുത്ത് പൊടിച്ച 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, അതും കൂടെ അതേപോലെ 1/2 ടീസ്പൂൺ ചാട്ട് മസാല. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ഇപ്പം പൊടിച്ച് ചേർത്ത് നല്ലോണം ചെറുങ്ങനെ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 3, 4, 5 തുള്ളി ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു ചെറിയൊരു പുളിപ്പുണ്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, എരിവ് പുളിപ്പ് എല്ലാം വരുമ്പോൾ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ മാവ് എടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വലിപ്പത്തിലുള്ള ഉരുളകളാക്കി മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ള ഒരു ടേസ്റ്റിനനുസരിച്ച് വലിയ ഉരുളകളാക്കി എടുക്കാം, ചെറുതാക്കി എടുക്കാം. എനിക്കിപ്പോൾ ഇത് 8 ഉരുളകൾ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ വലിപ്പത്തിലുള്ള 8 ഉരുളകൾ. അപ്പോൾ ഇനി ഇത് നമുക്കൊരു ചപ്പാത്തി പലകേമൽ വെച്ചിട്ട് പരത്തിയെടുക്കാം. കുറച്ച് മാവ് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം പരത്താം. കണ്ടില്ലേ, മാക്സിമം വലിപ്പത്തിൽ പരത്തിക്കുക കേട്ടോ, കാരണം ഇത് പിന്നെ നമ്മൾ വെലിങ്ങനെ പരത്താൻ പോകുന്നില്ല. അപ്പോൾ അതാ അതിൻ്റെ മുകളിലേക്ക് ആ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് മടക്കി കൊടുത്തിട്ട്, കണ്ടില്ലേ, 4 ഭാഗവും ഒന്ന് മടക്കി ഒരു പെട്ടി പോലെ ആക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മാവ് തൂവി കൊടുക്കുക, ഉണങ്ങിയ പൊടി തൂക്കി കൊടുത്തിട്ട് ഒന്ന് നല്ലോണം കുറച്ച്, പക്ഷേ ശ്രദ്ധിച്ചൊന്ന് പരത്തണം. പക്ഷേ കുറച്ച് ഭയങ്കര അങ്ങ് ശക്തി കൊടുത്ത് പരത്താൻ പാടില്ല, അത്ര തന്നെ. ഇനി കയ്യിലിട്ടിട്ട് ഒന്ന് നല്ലോണം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടിക്കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിൽ എക്സ്ട്രാ ഉള്ള പൊടിയെല്ലാം താഴെ വീണോളും. ഇല്ലെങ്കിൽ ഇത് ദോശക്കല്ലുമ്മലിടുമ്പോൾ ഇത് ആദ്യം കരിഞ്ഞിട്ട് പൊറാട്ടേൻ്റെ കളറ് മാറിപ്പോവും, അതിന് വേണ്ടിയിട്ടത്. അപ്പോൾ അത് ഒന്ന് തിരിച്ചിട്ടിട്ട്, കണ്ടില്ലേ. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഓയിലോ ഗീയോ നിങ്ങൾക്ക് എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ നെയ്യാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതിന് ഇതൊന്ന് നമുക്ക് ചട്ടകം വെച്ചിട്ട്, ഇതിൻ്റെ കോണുകൾ വേഗം കുറച്ച് പാടായിരിക്കും, എല്ലായിടത്തും 4 മടക്ക് വരുമല്ലോ. അപ്പോൾ ആ ഭാഗങ്ങൾ ഒന്ന് ഈ ചട്ടകം വെച്ചിട്ട് ഒന്നിങ്ങനെ കുത്തി കൊടുത്താൽ മതി. കണ്ടില്ലേ, പിന്നെയും തിരിച്ചിട്ടിട്ട് പിന്നെയും കുത്തി കൊടുക്കുക. അതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്കിപ്പോൾ കുറച്ചുകൂടി ഓയിൽ നല്ലോണം വേണ്ടവർക്കാണെങ്കിൽ നല്ലോണം ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് അവസാനം ഒന്നും കൂടി ആക്കി കൊടുക്കുന്നുണ്ടേ. കണ്ടില്ലേ, റെഡിയായി. അപ്പോൾ ആ ഓയിലും കൂടി വരും, ഗീ തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. കണ്ടില്ലേ, ഇനി ഇങ്ങനെ കുത്തി എല്ലാ ഭാഗവും വെന്ത് ഇനി അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതേപോലെ ഇനി ബാക്കിയുള്ളതും ചുട്ടിട്ടെടുക്കാം. കണ്ടില്ലേ, അപ്പം അതാ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, നല്ലൊരു വാസന, ചെറിയൊരു അങ്ങനെ ഹാർഷായിട്ടുള്ള മണമൊന്നുമില്ല, നല്ലൊരു
മൈൽഡ് ടേസ്റ്റായിട്ട് നല്ല രസമുണ്ട്. ഇതിന് ഞാനിപ്പോൾ ഉള്ളിയും ക്യാരറ്റും ഇട്ടിട്ടുള്ളൊരു റൈത്ത ഉണ്ടാക്കിയ, പ്രത്യേകിച്ച് കറിയൊന്നും ഇതിനാവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച കാണുന്നത് വരെ താങ്ക് യു.